എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് മാർച്ച് 13. അതായത് ഇന്നേക്ക് 50-ാം നാളാണ്. മെയ് 2-നാണ് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഇന്നും കൂടെ ചേർത്ത് 50 ദിവസങ്ങൾ മുമ്പിലുണ്ട്. ഈ 50 ദിവസം കൊണ്ട് ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട്, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഏതാണ്, എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നമുക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നമുക്കത് പോവാം. ഈ 50 ദിവസം നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഈ പ്രിലിംസ് എക്സാം പാസ് ആയിരിക്കും. അതിനുശേഷം മെയിൻസിലേക്ക് പോകുമ്പോൾ, മെയിൻസ് ഇതുവരെ ആരും തയ്യാറെടുത്തിട്ടില്ല. കാര്യം മെയിൻസിന്റെ സിലബസ് ഇതുവരെ പുറത്തു പോലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 50 ദിവസം കൊണ്ട് ഈ എക്സാമിനെ പിടിക്കാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, മക്കളെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീണ്ടും വീണ്ടും ഞാനത് ഉറക്കെ പറയും. 1, 2, 3 ഒന്നുമല്ല, 4000 അഡ്വൈസ് ആണ് നടക്കാൻ പോകുന്നത്. 4000 നിയമനങ്ങൾ. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാമും കൂടെ ചേർത്തെടുത്താൽ പോലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഈ വർഷം വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി, വീണ്ടും വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, എല്ലാ ഡിഗ്രി ലെവൽ എക്സാമും കൂടെ ചേർത്തെടുത്താൽ പോലും, ഈ PSC നടത്തുന്ന എല്ലാം കൂടെ ചേർത്തെടുത്താൽ പോലും 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്ന് 4000 അഡ്വൈസുകളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഈ മെയ് മാസം ഒരുപാട് പേര് റിട്ടയർ ആവാൻ പോവുകയാണ്. ഒരുപാട് വേക്കൻസി ആ സമയത്ത് ക്രിയേറ്റ് ആവും. അടുത്ത വർഷം വീണ്ടും പുതിയ റിട്ടയർമെന്റ് വരും. അപ്പോൾ സാധ്യതകൾ ഒരിക്കലും കുറയത്തില്ല. മാത്രമല്ല, KSFIയുടെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എത്തുക. മാത്രമല്ല, 1 കോടി ആൾക്കാരിലേക്ക് KSFI എത്തിക്കുക. ഇതാണ് KSFIയുടെ ലക്ഷ്യം. അപ്പോൾ വരുന്ന മാസങ്ങളിലും പുതുതായിട്ട് KSFIയുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വരുന്ന ഈ നോട്ടിഫിക്കേഷനിലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷനിലും ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കും. ഇത് ഞാൻ പറഞ്ഞല്ല, നമ്മൾ സൂപ്പർ നോട്ട്സിൽ തന്നെ KSFIയിൽ ജനറൽ മാനേജർ എന്ന സാറിന്റെ നമ്മൾ പോഡ്കാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീനിയർ മാനേജർ എന്ന സാറിന്റെ പോഡ്കാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സാറ് തന്നെ പറയുന്നുണ്ട് KSFI എന്താണ് വരുന്ന 5 വർഷങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിയമനം ഉറപ്പായിട്ടും ഏറ്റവും നന്നായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ നടക്കും. ഇതൊരു വലിയൊരു അവസരമാണ്. ആകെ 3,90,500 ആൾക്കാരാണ് ഇതിന് അപ്ലൈ ചെയ്തേക്കുന്നത്. വെറും 3,90,500 എന്ന് വെച്ചാൽ ഒരു LD പരീക്ഷയാണെങ്കിൽ 12 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷയാണെങ്കിൽ 8 ലക്ഷത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ ഈ ഡിഗ്രി ലെവൽ എക്സാമിന് 3,90,500 ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് 4000 പേർക്ക് ജോലിയാണ്. അപ്ലൈ ചെയ്യുന്ന 99 ഒരാൾക്ക് ജോലി. അത് മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മിസ്സാക്കുകയാണെങ്കിൽ 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, പഞ്ചായത്ത് സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സെക്രട്ടറി, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ. രണ്ടും കൂടെ ചേർത്തെടുത്താൽ ഒരു 175 അഡ്വൈസ് മാത്രം നടക്കും. ഇനി അത് കഴിഞ്ഞ് അടുത്ത വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, 2027 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതാണ്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും. അതും കൂടെ ചേർത്തെടുത്താൽ മാക്സിമം ഒരു 700 അഡ്വൈസ് ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ വീണ്ടും 2028 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന. ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾ മിസ്സാക്കരുത്. പ്രിലിംസ് ഇനി പഠിച്ചു തുടങ്ങിയാൽ പോലും, ബാക്കി എല്ലാം മാറ്റിവെച്ച് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കാൻ റെഡി ആണെങ്കിൽ കയറി വന്നോടാം. ഒരു സെറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്കാണ് വരുന്നത്. 10 മാർക്ക്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്ക്. അതേപോലെ തന്നെ നെക്സ്റ്റ് മനസ്സിലാക്കുക, അടുത്ത മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ നോക്കുമ്പോൾ മാത്സ് 20 മാർക്കാണ്. അത് കഴിഞ്ഞ ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്കാണ്. അത് കഴിഞ്ഞ മലയാളം വന്നിട്ട് 10 മാർക്കാണ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ടോട്ടൽ എത്ര മാർക്കായി? 60 മാർക്കായി. അത് കഴിഞ്ഞ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എത്ര മാർക്കുണ്ട്? ഹിസ്റ്ററി 10 മാർക്കുണ്ട്. ടോട്ടൽ എത്ര മാർക്കായി? 70 മാർക്കായി. അപ്പൊ നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അതായത് ബാക്കിയുള്ള ചപ്പു ചവറ് എല്ലാം കൂടെ ചേർത്താലും 30 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനാണ് എല്ലാവരും കൂടുതലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30 മാർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ 70 മാർക്ക് പലരും വിട്ടുപോകും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2025 ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുക്കുന്നില്ല. 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2 പ്രിലിംസ് ആണ് നടന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസ് എക്സാമിന് കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഏതാണ്? പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഏതാണ്? ആ ടോപ്പിക്ക് പഠിക്കാൻ റെഡിയാണോ?
നമുക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുകയാണെങ്കിൽ, വൊക്കാബുലറി ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുകയാണെങ്കിൽ 17 ടോപ്പിക്കുകളാണ് ആകെയുള്ളത്, വെറും 17 ടോപ്പിക്കുകൾ മാത്രം. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കോൺകോഡ്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്. രണ്ടാമത് ടെൻസസ് ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. നാലാമത് റിപ്പോർട്ടഡ് സ്പീച്ച്. അടുത്ത നെക്സ്റ്റ് വരുന്ന പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്. ദെൻ അത് കഴിഞ്ഞ് ഇഫ് ക്ലോസ്, ആർട്ടിക്കിൾസ്. ഇത്രയും പഠിച്ചാൽ മതി, ഗ്രാമർ പോർഷൻ ഏതാണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് മൊത്തം വരുന്നത്. ഓക്കെ, അതിനുശേഷം മലയാളം നോക്കുകയാണെങ്കിൽ മലയാളം മനസ്സിലാക്കുക, മലയാളത്തിനകത്ത് ഗ്രാമർ ഒന്നുമില്ല, വൊക്കാബുലറി മാത്രമേ വരുന്നുള്ളൂ. ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിലൂടെ പോയാൽ മതി. മലയാളം വൊക്കാബുലറി, ഇംഗ്ലീഷ് വൊക്കാബുലറി മൊത്തം അതിനകത്ത് കവറാം. അതിനുശേഷം മാത്സിലേക്ക് നോക്കുമ്പോൾ മാത്സ് വന്നിട്ട് മാത്സ് ഒരു 12 ടോപ്പിക് ഉണ്ട്, റീസണിങ് ആണെങ്കിൽ ഒരു 13 ടോപ്പിക് ഉണ്ട്. ഒരു ദിവസം ഒരു ടോപ്പിക് വെച്ച് പഠിച്ചു പോയാൽ പോലും നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറെയൊക്കെ സിമ്പിൾ ലോജിക് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്സ്, റീസണിങ് എല്ലാം തന്നെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അതിന്റെ പുറകിലില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇത് എല്ലാ ദിവസവും നിങ്ങൾ മലയാളം വിട്ടേക്ക്, മലയാളം വൊക്കാബുലറി മാത്രമേ വരുന്നുള്ളൂ. ഇംഗ്ലീഷ് അതേപോലെ തന്നെ മാത്സ് എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് പഠിച്ചു. ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് പഠിച്ചു എന്ന് വെച്ചാൽ 5 മണിക്കൂറിന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു 5 മണിക്കൂറിന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും ടോട്ടൽ ഞാനൊരു 5 മണിക്കൂർ എടുക്കുകയാണ്. ഓക്കെ, അതിനെങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഒരു പുതിയ ടോപ്പിക്ക്, ആ പുതിയ ടോപ്പിക്ക് പഠിക്കാൻ മാക്സിമം നിങ്ങൾക്ക് 2 മണിക്കൂർ വരെ എടുക്കാം. 2 മണിക്കൂർ കൊണ്ട് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുക. ഇപ്പോൾ ചില ടോപ്പിക്കുകളാണെങ്കിൽ ഇച്ചിരി സമയദൈർഘ്യം കൂടുതൽ വേണം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക്കല്ല, 2 ദിവസം ഇരുന്ന് പഠിച്ചാലേ തീരത്തുള്ളൂ. ഇനി ചില ടോപ്പിക്കുകളാണെങ്കിൽ ഇപ്പൊ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഒരു ദിവസം പോലും വേണ്ട, ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂർ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു സമയത്ത് വെച്ച് നമുക്കത് തീർക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ സമയം ബാലൻസ് ചെയ്ത് ഒരു ടോപ്പിക് എല്ലാ ദിവസവും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം എല്ലാ ദിവസവും ഒരു 4 ടോപ്പിക് എങ്ങനെയും മിനിമം 4 ടോപ്പിക് എങ്ങനെയും നിങ്ങൾ എന്ത് സെറ്റ് ചെയ്യുക? റിവിഷൻ സെറ്റ് ചെയ്യുക. അപ്പൊ റിവിഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം മക്കളെ, വീണ്ടും ആഴത്തിൽ പഠിക്കുന്നതിനല്ല നമ്മൾ റിവിഷൻ എന്ന് പറയുന്ന, പകരം എന്താണ്? ഓടിച്ച് വായിക്കുന്നതിനാണ്. ഓടിച്ച് വായിച്ച് മനസ്സിനകത്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിവിഷൻ എന്നൊരു സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ പല കുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, അവരൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കാം, 2.5 മണിക്കൂർ എടുക്കാം, ന്യായീകരിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല, അത്രയും സമയം വേണ്ടി വരും. ഓക്കെ, പക്ഷെ റിവിഷനും വീണ്ടും അത്രയും സമയം എടുക്കുന്നുണ്ടോ? ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവന് ഒരു സാധനം ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണമെന്നൊരു ചിന്തയുണ്ട്. മാത്രമല്ല വളരെ ക്ലിയർ ആയിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ സമാധാനത്തോടു കൂടി വായിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ട്രാപ്പിൽ വീഴരുത്. നമ്മുടെ മനസ്സിനെ ഇഷ്ടമൊന്ന് വിട്ടേക്കുക, പകരം സന്ദർഭം അനുസരിച്ച് പെരുമാറുക. ഓക്കെ, ഒരു ടോപ്പിക്ക് വീണ്ടും ഒന്ന് ഓടിച്ച് വായിക്കാനായിട്ട് 30 മിനിറ്റ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു ടോപ്പിക്കിന് 30 മിനിറ്റ്, മാക്സിമം ഒരു 4 ടോപ്പിക് കൂടെ ചേർത്ത് ഒരു 120 മിനിറ്റ്, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ടോപ്പിക്ക് റിവിഷന് വേണ്ടി ഓടിച്ച് വായിക്കാനായിട്ട് നിങ്ങളൊന്ന് മാറ്റിവെച്ചു. എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കാം. അതിനേക്കാളും ഏറ്റവും പ്രധാനം റിവിഷനാണ്. റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ വീഴും, നമ്മളെല്ലാം മറന്നു പോകും, ഒരു പ്രയോജനം അവിടെ ഇല്ല. അതിനുശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ എടുക്കാം. എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് 100 മാർക്കിന്റെ, അല്ലെങ്കിൽ മിനിമം മാത്സ്, ഇംഗ്ലീഷ്, മലയാളമെങ്കിലും എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ എടുക്കാം. ഒരു മാസം കഴിയുമ്പോൾ, ഒരു മാസം പോകത്തില്ല, ഒരു 25 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ 100 മാർക്കായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അതായത് GK കൂടെ ചേർത്ത് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പോവാം. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആയാലും മതി, പ്രശ്നമില്ല. പക്ഷെ ഒരു 10-25 ദിവസം കഴിയുമ്പോൾ വീണ്ടും GK നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് എടുത്തേ പോവാം. എന്നാലേ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് എടുക്കുക. അതിന് ഒരു 1.25 മണിക്കൂറായിരിക്കും നിങ്ങൾ എടുക്കുന്ന സമയം. 1.25 മണിക്കൂർ, മാക്സിമം 1.25 മണിക്കൂർ അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂറായി? 2 മണിക്കൂർ, 3.5 മണിക്കൂർ, അത് കഴിഞ്ഞ് ഒരു 5 മണിക്കൂറിന് അടുപ്പിച്ചെത്തി. ഇനി അത് കഴിഞ്ഞ് 1 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ കണ്ടെത്തേണ്ടത്? മാത്സ്, ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിന്റെ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടെത്തിക്കോ. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ പതുക്കെ അങ്ങ് തീരും. ഓക്കെ, ഇനി ഫുൾ ടെസ്റ്റ് എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, വൊക്കാബുലറി ഏരിയ മുഴുവൻ അവിടെ നമുക്ക് കവർ ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 50 മാർക്കിന് ഒരു ടെസ്റ്റ് എടുക്കാം. ഇംഗ്ലീഷ് 20, അതേപോലെ തന്നെ മാത്സ് 20, മലയാളം 10. അങ്ങനെ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾക്കൊരു വൊക്കാബുലറി തെറ്റാണെന്ന് സങ്കല്പിച്ചു, ഒരു 1 വേർഡ് തെറ്റാണ്,
അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വേർഡ് തെറ്റാണ്. ആദ്യം നമുക്ക് അറിയത്തില്ലായിരിക്കും, നമ്മുടെ വീക്ക് ഏരിയ ആയിരിക്കും അത്. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ വെക്കുക, നിങ്ങൾക്ക് ഒരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ, ഒരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ ഒരു 10 എണ്ണം നിങ്ങൾ ഇമ്പോസിഷൻ ഇട്ട പോലെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഒരു 1 വേർഡ് തെറ്റുകയാണെങ്കിൽ 10 1 വേർഡ് പഠിക്കുക, ഒരു ഫോറിൻ വേർഡ് തെറ്റുകയാണെങ്കിൽ 10 ഫോറിൻ വേർഡ് പഠിക്കുക, ഒരു ഓപ്പോസിറ്റ് തെറ്റുകയാണെങ്കിൽ 10 ഓപ്പോസിറ്റ് പഠിക്കുക, ഒരു സിനോണിം തെറ്റിക്കുകയാണെങ്കിൽ 10 സിനോണിം പഠിക്കുക, ഒരു വെറുതെ ലീവ് തെറ്റിക്കുകയാണെങ്കിൽ 10 എണ്ണം പഠിക്കുക. അങ്ങനെ ആദ്യത്തെ കുറേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമാതിരി ഇമ്പോസിഷൻസ് കിട്ടും. അപ്പോൾ പതുക്കെ 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 പഠിച്ച് നിങ്ങളെ വൊക്കാബുലറി ഏരിയ മുഴുവനും തന്നെ ഒരു മാസത്തിനകം പക്ക പെർഫെക്റ്റ് ആവും, ഏറ്റവും സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ നമ്മുടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പിന്നീട് തെറ്റിലോട്ട് പോകാൻ നമ്മളെ സമ്മതിക്കത്തില്ല. കാര്യം അവനറിയാം, ഒരു തെറ്റ് നമ്മൾ വരുത്തുകയാണെങ്കിൽ 10 എണ്ണം ഇമ്പോസിഷൻ ഇട്ടുപോലെ പഠിക്കേണ്ടി വരും. ഒരു പര്യായം തെറ്റാണെങ്കിൽ 10 പര്യായം പഠിക്കണം, ഒരു തൂലികാനാമം തെറ്റുകയാണെങ്കിൽ 10 തൂലികാനാമം പഠിക്കണം. അപ്പോൾ അവൻ നമ്മുടെ മനസ്സ് തന്നെ ആ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ കറക്റ്റിലോട്ട് കൊണ്ടുവരും. അത് എക്സാമിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു, 50 ദിവസം കൊണ്ട് 50 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് 4 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. റിവിഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം റിവിഷൻ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് നമ്മൾ മറന്നു, ഒരു പ്രയോജനമില്ല, ഒരു കാര്യമില്ല. ഓക്കെ, ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 1 ഏക്കർ സ്ഥലം ഒറ്റയ്ക്ക് നിന്ന് വൃത്തിയാക്കുകയാണ്. 1-ാമത്തെ ദിവസം നമ്മൾ ഒരു പോർഷൻ വൃത്തിയാക്കുന്നു, 2-ാമത്തെ ദിവസം കുറച്ചും കൂടെ വൃത്തിയാക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. തിരിച്ചൊരു 50-ാമത്തെ ദിവസം അവിടെ പോയി നിന്ന് അവസാനത്തെ വൃത്തിയാക്കിയിട്ടും തിരിച്ചു നോക്കിയാൽ ആദ്യം വൃത്തിയാക്കിയ സ്ഥലം മൊത്തം പഴയതിനേക്കാളും മോശം അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. അതങ്ങനെയാണ്. ഓക്കെ, അതേപോലെയാണ് നമ്മൾ റിവിഷൻ അല്ലാതെ പഠിച്ചു പോകുമ്പോൾ, നമ്മൾ പുതിയ സാധനങ്ങൾ മൊത്തം പഠിച്ചു പോകുമ്പോൾ പഴയത് മൊത്തം നമ്മൾ മറന്നു പോകും. ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കരുത്. അറിയാവുന്ന ടോപ്പിക്കിലാണ് നമ്മുടെ കോർ സ്ട്രെങ്ത്. ഓക്കെ, അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിലെ മുമ്പോട്ട് പോവാം. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, എല്ലാ ദിവസവും പുതിയ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് റിവിഷൻ ഏരിയ പക്കയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും മറക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണ്. ഇനി ഫുൾ ടെസ്റ്റിലേക്ക് വരുമ്പോൾ വൊക്കാബുലറി ഏരിയ മൊത്തം നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. മാത്സ് എല്ലാ ദിവസവും നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് മാത്സും ഇംഗ്ലീഷൊക്കെ ആദ്യത്തെ 25 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ആ 25 ദിവസം കഴിഞ്ഞാൽ ആ സമയം നമ്മൾ 1 മണിക്കൂർ നമ്മൾ പഠിക്കുന്നില്ലേ, അത് നമുക്ക് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കാം? റിവിഷനോ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാനോ, അല്ലെങ്കിൽ ടോപ്പിക്ക് നോക്കാനോ, അല്ലെങ്കിൽ ഫുൾ ടെസ്റ്റിൽ ആ സമയം കൂട്ടാനോ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ. അപ്പൊ ഇതിന്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ, കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ പോലും ഇനിയും നമുക്ക് സമയമുണ്ട്. ഇനി എങ്ങനെ നമുക്ക് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം? ഞാൻ അതിനകത്ത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പറയുന്നില്ല. GK ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 1-ാമത്തെ ദിവസം നോക്കിയാൽ, ഫസ്റ്റ് ഡേ നമുക്ക് നോക്കാം. Day 1 കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പഠിച്ചോളാം. ഓക്കെ, ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. അല്ലാതെ 3-4 ടോപ്പിക്കൊന്നും പറയുന്നില്ല. ഒരു ദിവസം ഒരു ടോപ്പിക്ക്, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ന് വെച്ചാൽ ഉദയം പേരൂർ സുനഹ ദിവസം മുതൽ അങ്ങോട്ട് വൈക്കം സത്യാഗ്രഹം, അതേപോലെ തന്നെ മയ്യഴി പ്രക്ഷോഭം വരെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എഴുത്തുകാരും തൂലികാനാമങ്ങളും. ഓക്കെ, നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ വരുന്ന ഒരു ഭാഗമാണ് തൂലികാനാമങ്ങൾ. എഴുത്തുകാർ അവരുടെ തൂലികാനാമങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഞാൻ എല്ലാ ദിവസവും റിവിഷൻ ഇട്ടിട്ടുണ്ട്. റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ജോഗ്രഫിയിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ടോപ്പിക്ക് പഠിച്ചു. അപ്പൊ ഇങ്ങനെ മാറി മാറി പഠിക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, നാളെ ജോഗ്രഫി പഠിക്കുന്നു, മറ്റൊന്ന് എക്കണോമിക്സ് പഠിക്കുന്നു. ബോറടിക്കാതെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ 3-ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് ഏതാണ്? സ്ട്രക്ചർ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനയാണ്. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നോക്കേണ്ട ടോപ്പിക്ക് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയാണ് 4-ാമത്തെ ദിവസം നോക്കേണ്ട ടോപ്പിക്ക്. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം നോക്കേണ്ടത് സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് ആണ്. സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് IT-യിലെ 1 മാർക്ക് ഉറപ്പ് തരുന്ന ഒരു ടോപ്പിക്കാണ് സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ്. കുഞ്ഞു ടോപ്പിക്കാണ്. പ്രധാനപ്പെട്ട സൈബർ ക്രൈംസ് മൊത്തം നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ IT ആക്ട്, IT അമെൻമെന്റ് ആക്ട്, അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് 6-ാമത്തെ ദിവസം എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻ എന്ന ടോപ്പിക്ക് പഠിച്ചോ. 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇനി 7-ാമത്തെ ദിവസം നമ്മൾ നോക്കേണ്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച്
വിപ്ലവം, ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, പിന്നെ ലോകമഹായുദ്ധങ്ങളാണ്. അപ്പൊ ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കാൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നില്ല എന്ന് വരാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ആ ടെസ്റ്റോ അല്ലെങ്കിൽ ആ റിവിഷനോ വേണമെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. കാര്യം അത്ര വലിയ ടോപ്പിക്കാണ്. ഇത് പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററിയിലെ ഒരു 2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേൾഡ് റെവല്യൂഷൻസും പിന്നെ അതേപോലെ തന്നെ World War I ആൻഡ് World War II, പിന്നെ കോൾഡ് വാറും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതിലെ പ്രധാന പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സ്കില്ലുള്ള ആൾക്കാരാണെങ്കിൽ ChatGPT, AI ടൂൾസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ നോട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാര്യം കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ നോട്ടൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 8ലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നോക്കുക. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനം മുതൽ ബംഗാൾ വിഭജനം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതുവരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത 9ാമത്തെ ദിവസം കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇതിനകത്ത് സിലബസിനകത്ത് കറണ്ട് അഫയേഴ്സ് പറയുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് സ്കീംസോ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിരിക്കും. കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന്റെ പ്രിലിംസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയേ, ക്വസ്റ്റ്യൻസ് പക്ക വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്കീംസ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടേ പോവാം. അടുത്ത 10ാമത്തെ ദിവസം ഭരണഘടനാ ഭേദഗതികൾ പഠിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് നന്നായിട്ട് നോക്കുക. പിന്നെ 11ാമത്തെ ദിവസം പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്ക് നോക്കുക. അതിനുശേഷം 12ാമത്തെ ദിവസം വരുമ്പോൾ ആൻഷ്യൻ കേരള ലിറ്ററേച്ചർ. ആൻഷ്യൻ കേരള ലിറ്ററേച്ചർ ഒരു കൊച്ചു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന പഴയ കൃതികളെല്ലാം നന്നായിട്ട് തപ്പിപ്പിടിച്ചെടുത്ത് മൊത്തം ഒന്ന് നോക്കി വെച്ചോ. അപ്പൊ നമ്മൾ സൂപ്പർ നോട്ട്സിലാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് ഒരു നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെ നമ്മുടെ ബാച്ചിൽ മൊത്തം പോകും. അതിനകത്ത് ആവശ്യമുള്ളത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. റിവിഷനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി നോട്ടാണ്. ഓക്കെ, ഇനി ഒരു കുഞ്ഞു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഒരു ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശിലകൾ എന്ന ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ചെറിയ ടോപ്പിക്കാണ്. അവിടെ എനിക്ക് പറയാനുള്ളതും ചില ക്ലാസ്സുകൾ നമ്മൾ കാണണമെന്നില്ല. ഇപ്പൊ സൂപ്പർ നോട്ട്സിലെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ച് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആദ്യം നോട്ട് വായിക്കും. അപ്പൊ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. കാര്യം ക്ലാസ്സും കൂടെ കാണുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സമയം നമുക്കിപ്പോൾ ലാഭിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സൂപ്പർ നോട്ട്സിൽ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന. ഒരു കുട്ടിയുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് അത് മാറ്റാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമ്മൾ ആ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് 13ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന ടോപ്പിക്ക് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്വർക്ക്. അത് കഴിഞ്ഞ് 14ാമത്തെ ദിവസം ജോഗ്രഫിയിലെ അന്തരീക്ഷം എന്ന ടോപ്പിക്ക് നോക്കുക. കാരണം ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചു തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. പക്ഷെ മനസ്സ് വെച്ചാൽ മതി, വേണമെന്ന് വിചാരിച്ചാൽ മതി. വേണമെന്ന് വിചാരിച്ചാലേ ഈ ലോകത്ത് എന്തും നടക്കത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് 15ാമത്തെ ദിവസം റിസർവ് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നത് RBI ന്നാണ്. ഓക്കെ, നെക്സ്റ്റ് 16ാമത്തെ ദിവസം 1ാം സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്ക് പഠിക്കാം. 1ാം സ്വാതന്ത്ര്യ സമരം ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 17ാമത്തെ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ടോപ്പിക്ക് നോക്കുക, INC. അടുത്ത 18ാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പ്രിയാമ്പിൾ. കൊച്ചു ടോപ്പിക്കാണ് ഇട്ടേക്കുന്ന പ്രിയാമ്പിൾ. പഠിച്ചു തീർക്കുക. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റും. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് റിവിഷനും ബാക്കിയെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാം. കാര്യം അങ്ങോട്ട് പോകും തോറും റിവിഷന് കൂടുതൽ സമയം നമ്മൾ കൊടുക്കണം. ഓക്കെ, അടുത്ത 19ാമത്തെ ദിവസം ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്ക് നോക്കുക. ദെൻ 20ാമത്തെ ദിവസം ജോഗ്രഫിയിലെ കാറ്റ് എന്ന ടോപ്പിക്ക് നോക്കുക. കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. ഓക്കെ, അടുത്ത 21ാമത്തെ ദിവസം മലയാള സിനിമയുടെ 4 വഴികൾ. മലയാളം സിനിമ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത 22ാമത്തെ ദിവസം പ്രിയാമ്പിൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ആ ദിവസം യൂസ് ചെയ്യാം. കാര്യം നേരത്തെ ഒരു ദിവസം നമ്മൾ 2 ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടോപ്പിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്ത 23ാമത്തെ ദിവസം നീതി ആയോഗ് എന്ന ടോപ്പിക്ക് പഠിക്കുക. 24ാമത്തെ ദിവസം വിവരാവകാശ കമ്മീഷനും പിന്നെ വിവരാവകാശ നിയമം എന്ന ടോപ്പിക്ക് പഠിച്ചോ. അടുത്ത 25ാമത്തെ ദിവസം ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, പിന്നെ സാഫ് ഗെയിംസ് എന്ന ടോപ്പിക്ക് നോക്കുക. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് എന്ന ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കുക. 26ാമത്തെ ദിവസം കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ പാർട്ട് 2 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ പാർട്ട് 2 ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഒരുപാടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക് അല്ല. അപ്പൊ അന്ന് പഠിക്കാം.
പിന്നീട് അതിനൊരു റിവിഷൻ കൊടുക്കുക. ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ഭാഗം കൂടെ ചേർത്ത് പഠിച്ചോ. കണ്ടോ, ഒരു വലിയ ടോപ്പിക് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത 27ാമത്തെ ദിവസം ഓഷൻ കറൻസ് സമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങളാണ് ടോപ്പിക്ക് പഠിക്കുക. സമുദ്രങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓഷൻ കറൻസ് എന്ന ടോപ്പിക്ക് പഠിച്ചിട്ടേ പോവാവും, സ്ട്രേറ്റുകളും പഠിച്ചിട്ടേ പോവാവും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത 28ാമത്തെ ദിവസം തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട തത്വചിന്തകർ, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവർ ആരംഭിച്ച സംഘടനകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സംഘടനകൾക്ക് നേതൃത്വം നൽകി, അവരുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതെല്ലാമാണ്, ബുക്കുകൾ ഏതെല്ലാമാണ്, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചോ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. അതായത് ഓടിച്ച് നിങ്ങൾ വായിച്ചാൽ മതി, അല്ലാതെ ഈ അവരുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും പഠിക്കരുത്. ആവശ്യമുള്ളത് മാത്രം അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ബുക്കുകൾ, ആ ടോപ്പിക്ക് മാത്രം ഒന്ന് പഠിച്ചു വെച്ചു. ഓക്കെ, അതിന്റെ പ്രത്യേകത എല്ലാവരും പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ല. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ 29ാമത്തെ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ആ ടോപ്പിക്ക് നോക്കുക. പിന്നെ യൂറോപ്യന്മാരുടെ ആഗമനം, 30ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഓക്കെ, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ആ ടോപ്പിക്ക് നോക്കുക. അടുത്ത 31ാമത്തെ ദിവസം GST എന്ന ടോപ്പിക്ക് നോക്കുക. പ്രത്യേകിച്ച് GSTയുടെ സ്ലാബുകൾ മൊത്തം മാറിയിട്ടുണ്ട്, അതൊക്കെ മൊത്തം ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ 32ാമത്തെ ദിവസം ജോഗ്രഫിയിലെ ഭൂരൂപങ്ങൾ എന്ന ടോപ്പിക്ക് നോക്കുക. ലാൻഡ് ഫോംസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 33ാമത്തെ ദിവസം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, സിവിക്സിൽ വരുന്ന ടോപ്പിക്കാണ്, മസ്റ്റ് ആയിട്ടും പഠിക്കുക. അടുത്ത 34ാമത്തെ ദിവസം പൊളിറ്റിയിൽ വരുന്ന മൗലിക അവകാശങ്ങൾ, പിന്നെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത 35ാമത്തെ ദിവസം ഇന്ത്യൻ ഫോറസ്റ്റ്, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഫോറസ്റ്റ്. അതേപോലെ തന്നെ അതിനകത്ത് തന്നെയാണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് എല്ലാം വരുന്നത്. സോ ഇന്ത്യൻ ഫോറസ്റ്റ് പിന്നെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് മൊത്തം നോക്കുക. 36ാമത്തെ ദിവസം ഊർജ മേഖലകൾ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. കൊച്ചു ടോപ്പിക്കാണ്, തീർക്കാൻ പറ്റുന്ന, ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഊർജ മേഖലകൾ. അടുത്ത 37ാമത്തെ ദിവസം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ, ആ ടോപ്പിക്ക് നോക്കുക. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. അടുത്ത 38ാമത്തെ ദിവസം ജോഗ്രഫിയിൽ വരുന്ന ഉത്തരപർവ്വത മേഖല, പ്രത്യേകിച്ച് അതിലെ ചുരങ്ങൾ, ദെൻ നദികൾ, ഉത്തര മഹാസമതലം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ടൊന്ന് പഠിക്കുക. അതൊരു വലിയ ടോപ്പിക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ ടൈമോ അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ ആ ടോപ്പിക്ക് ഒരു ദിവസം തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചില ടോപ്പിക്കുകൾ നോക്കാം. ദേശീയ വരുമാനം, നാഷണൽ ഇൻകം ഒരു കൊച്ചു ടോപ്പിക്കാണ്. അപ്പോൾ പിറ്റേ ദിവസമായിട്ട് ചേർത്ത് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് പഠിക്കാം. പക്ഷേ ഇന്ത്യൻ ഫിസിയോഗ്രഫി പഠിച്ചിട്ടേ പോവും, ഒരു മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത 39ാമത്തെ ദിവസം നാഷണൽ ഇൻകം എന്ന ടോപ്പിക്കാണ് നോക്കേണ്ടത്. 40ാമത്തെ ദിവസം മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് നോക്കുക. ദെൻ അതിന് റിവിഷൻ കൊടുക്കുക. 41ാമത്തെ ദിവസം ലോക്പാൽ ആൻഡ് ലോകായുക്ത, ആ ടോപ്പിക്ക് നോക്കാം. 42ാമത്തെ ദിവസം മാപ്പ് എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോ. പ്രത്യേകിച്ച് പ്രൊജക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. നിങ്ങൾ കേട്ടാണ് മസിമുത്തൽ പ്രൊജക്ഷൻ എന്നൊക്കെ കേട്ടാണ്, അങ്ങനെ പ്രൊജക്ഷൻസ് ഒക്കെ ഭംഗിയായിട്ട് പഠിച്ചോ. അടുത്ത 43ാമത്തെ ദിവസം അടിയന്തരാവസ്ഥ എന്ന ടോപ്പിക്ക് നോക്കാം. 44ാമത്തെ ദിവസം ഇന്റർനെറ്റ്, മെമ്മറി യൂണിറ്റ്, ആ ടോപ്പിക്ക് നോക്കുക. പ്രത്യേകിച്ച് മെമ്മറി യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 45ാമത്തെ ദിവസം കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് നോക്കാം. 46ാമത്തെ ദിവസം ISROയുടെ ഫോർമേഷൻ, അതേപോലെ തന്നെ ISROയുടെ ലാസ്റ്റ് വർഷത്തെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചോ. പിന്നെ 47ാമത്തെ ദിവസം ട്രാൻസ്പോർട്ടേഷൻ എന്ന ടോപ്പിക്ക് നോക്കുക. 48ാമത്തെ ദിവസം റിസർച്ച് സ്റ്റേഷൻ, കേരളത്തിലെ റിസർച്ച് സ്റ്റേഷൻസ് ഒക്കെ അല്ലേ, നാളികേര ഉൽപ്പാദന കേന്ദ്ര ആസ്ഥാനം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ റിസർച്ച് സ്റ്റേഷൻസ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്ക് നോക്കുക. കൊച്ചു ടോപ്പിക്കാണ്, 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഡിഗ്രി ലെവലിൽ വരും, റിസർച്ച് സ്റ്റേഷൻസ് എല്ലാം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എടുത്ത് നോക്കിയാൽ മതി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി പ്രിലിംസ് എടുത്ത് നോക്കിയാൽ മതി, അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് എപ്പോഴും ഭയങ്കര ഹൈ ആയിരിക്കും. ഒരുപാട് പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ആൻസർ മിക്കവാറും ഡിലീറ്റ് ആയിരിക്കും. ഒരു ആവറേജ് റേഞ്ചുള്ള ക്വസ്റ്റ്യൻ കാണും. പിന്നെ അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ ആയിരിക്കും ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. എല്ലാം ഭയങ്കര ഹൈ ആയിരിക്കത്തില്ല. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എടുത്ത് നോക്കിയേ, കുറെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഹൈ ആയിരുന്നു, അതിൽ കുറേയൊക്കെ ഡിലീറ്റും ആയിരുന്നു. കുറേയൊക്കെ ആവറേജ് റേഞ്ചുള്ള ക്വസ്റ്റ്യൻ, കുറച്ചൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് അതിനകത്ത് പഠിച്ചിട്ടേ പോവാം. ദെൻ 49ാമത്തെ ദിവസം 50ാമത്തെ ദിവസം, മക്കളെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ നവോത്ഥാനം പഠിക്കുന്ന പോലെ ഇഷ്ടമില്ലാത്തൊരു സാധനം വേറെ ഇല്ല. ഞാനിപ്പോൾ 1ാമത്തെ ദിവസം എടുത്ത റെനൈസൻസ് ഇട്ടെന്ന് സങ്കല്പിച്ചോ, ഞാൻ ഇന്ന് റിവിഷൻ കൊടുക്കണം. 5 ദിവസം ഇതെല്ലാം മറന്നു, പിറ്റേ ദിവസം വീണ്ടും മറന്നു, 5 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവിഷൻ കൊടുക്കണം, 10 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവിഷൻ കൊടുക്കണം, കുറേ സമയം അങ്ങ് പോകും. അതുകൊണ്ട് ഈ നവോത്ഥാനം, തിരുവിതാംകൂർ രാജവംശമൊക്കെ
അവസാനത്തെ 2 ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിവിഷൻ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. മനസ്സിനകത്ത് അത് കാണും. നേരെ പോയി എന്ത് ചെയ്താൽ മതി, എക്സാം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ 49ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജവംശം, 50ാമത്തെ ദിവസം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആ ടോപ്പിക്ക് പഠിച്ചു. ഈ 50 ടോപ്പിക്കിൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ, 50 ദിവസം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോ, ലൈഫ് മാറും. ഓക്കെ. എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും എന്ന് വെച്ചാൽ 3,95,000 ആൾക്കാരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അതിനകത്ത് 3,70,000 ആൾക്കാർ ഇതുവരെ പഠിച്ചു പോലും തുടങ്ങി കാണത്തില്ല. ഇതിനകത്തൊരു 3,20,000 ആൾക്കാർ ഓൾറെഡി ഇതൊക്കെ വിട്ടായിരുന്നു. നമുക്കിതൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പറ്റത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചു. ബാക്കി ഒരു 50,000 ആൾക്കാർ അവരുടെ മനസ്സിനകത്തൊരു 2 ഭാഗത്തോട്ട് നിൽക്കുകയാണ്. എക്സാം വേണം ഉറപ്പായിട്ടും വേണം, പക്ഷെ തിരക്കാണ്, ബുദ്ധിമുട്ടുകളാണ്, കിട്ടും, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഉറച്ച തീരുമാനമെടുത്താൽ മാത്രമേ ജീവിതം നന്നാവത്തുള്ളൂ. ഏതെങ്കിലും ഒരു സമയത്ത് ഉറപ്പുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കാൻ ആർക്കും പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 50 ദിവസം ഉറച്ചൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ചില സമയത്ത് ലൈഫിൽ നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുത്താലേ ലൈഫ് നന്നാവത്തുള്ളൂ, ലൈഫ് മറ്റൊരു തലത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആ റിസ്ക് എടുത്ത് ഉറച്ചു നിൽക്കാനുള്ള സമയമാണിത്. പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രാഷ് ബാച്ചാണ്. ഈ ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിനെ പിടിക്കാം. പ്രിലിംസ് ക്രാഷ് ആയിരിക്കും. മെയിൻസ് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ക്ലാസ്സസ് തരും. കാര്യം മെയിൻസിന്റെ സിലബസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പഠിക്കേണ്ടത്, ആരും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. കാര്യം സിലബസ് പോലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ പ്രിലിംസ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക, ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ടിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 8281223366 നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. വളരെ കുറച്ച് പേർക്കും കൂടെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ ബാച്ചും 250 പേരിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് പേരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ക്രാഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 270+ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു 30 പേർക്കും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. അതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തോ, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം. 8281223366. ഓക്കെ. ഉറച്ചൊരു തീരുമാനം എടുത്തോ, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട്, സീറ്റ് ഉറപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ക്ലാസ്സിൽ കാണാം. താങ്ക് യു.